നടൻ ബാലയ്ക്കെതിരെ അമൃത വീണ്ടും കേസ് നൽകി. ഗായികയും ബാലയുടെ മുൻ ഭാര്യയുമായ അമൃത സുരേഷിന്റെ പരാതിയിൽ പറയുന്നത് വിവാഹമോചന കരാറിൽ വ്യാജ ഒപ്പിട്ടെന്നും മകളുടെ പേരിലുള്ള ഇൻഷുറൻസിൽ തിരിമറി നടത്തിയെന്നുമാണ്. നേരത്തെയും അമൃത ബാലയ്ക്കെതിരെ കേസ് നൽകിയിരുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. നേരത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മകളുമായി ബന്ധപ്പെട്ടതടക്കം ബാല നടത്തിയ പരാമർശങ്ങൾ അറസ്റ്റിന് ആധാരമായി. അമൃത ആരോപിക്കുന്നത് കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന കരാറിന്റെ 5-ാം പേജിൽ കൃത്രിമം കാണിച്ചെന്നാണ്. ഈ പേജിൽ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഇതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും പരാതിയിൽ പറയുന്നു. അതുപോലെ ബാല മകൾക്കുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തിരിമറി കാണിച്ചെന്നും അമൃത ആരോപിക്കുന്നു. അമൃതയുടെ വിശദീകരണം ഇങ്ങനെയാണ്: കഴിഞ്ഞ ഒരു കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്ന് ചില രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നു. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകളും ഉണ്ടായിരുന്നു. ആ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു പേജിൽ മുഴുവൻ വേറെ കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അതിൽ എൻ്റെ ഒപ്പടക്കം വ്യാജമായി ചേർത്തിട്ടുണ്ട്. ഇതുകൂടാതെ മകൾക്ക് കൊടുത്തിരുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയുണ്ട്. മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം പണം പിൻവലിക്കണമെന്നാണ് കരാർ. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ ആ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തിരിക്കുകയാണെന്നും ആ പണം മുഴുവൻ എടുത്തെന്നും മനസ്സിലായി. മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം കിട്ടുന്ന കുറച്ച് പൈസയായിരുന്നു അത്. അതും എടുത്തെന്ന് പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ്, അമൃത പറയുന്നു.